ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ദജ്ജാൽ എന്ന മഹത്തായ അല്ലെങ്കിൽ ദജ്ജാൽ എന്ന ആ ഗൗരവമേറിയ പരീക്ഷണം ഈ ലോകത്തു നിന്ന് ഇല്ലാതെയാകുന്ന ദജ്ജാലിൻ്റെ വധവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദജ്ജാലിനെ വധിക്കുന്നതാകട്ടെ മസീഹു ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയുമായിരിക്കും. അതുകൊണ്ട് ദജ്ജാലിൻ്റെ വധവും ഈസാ നബിയുടെ വരവിനെയും സംബന്ധിച്ച് നമുക്കൊരൽപ്പം മനസ്സിലാക്കാം. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അബ്ദില്ലാഹി ഇബ്നു അംറിൻ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, യഖ്റുജു ദജ്ജാലു ഫീ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ദജ്ജാൽ പുറപ്പെട്ടു വരും. ഫയംകുസു 40, അങ്ങനെ അവൻ 40, ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി പറയുകയാണ്, ലാ അദ്രി 40 യൗമൻ, അത് 40 ദിവസമാണോ അതല്ല, ഔ 40 ഷഹറ, 40 മാസമാണോ അതല്ല, ഔ 40 ആമ, 40 വർഷമാണോ എന്നെനിക്ക് കൃത്യമായി അറിയില്ല. എന്ന് പറഞ്ഞാൽ ആ സ്വഹാബി 40 എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ദിവസമാണോ മാസമാണോ വർഷമാണോ എന്നറിയില്ല. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നാം മനസ്സിലാക്കി അത് 40 ദിവസമാണ്. ദജ്ജാൽ 40 ദിവസമായിരിക്കും ഈ ഭൂമിയിലുണ്ടാവുക. അതിൽ ഒരു ദിവസം ഒരു വർഷത്തിന് തുല്യവും, രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന് തുല്യവും, മൂന്നാമത്തെ ദിവസം ഒരാഴ്ചക്ക് തുല്യവുമായിരിക്കും എന്നെല്ലാം നാം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ 40 ദിവസം ദജ്ജാൽ ഇവിടെയുണ്ടാകും. വീണ്ടും പ്രവാചകൻ പറയുന്നു, ഫയബഅസുല്ലാഹു ഈസ ഇബ്ന മറിയം, അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിൻ്റെ മകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ അയക്കുന്നത്. കഅന്നഹു ഉർവത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻ, ഈസാ നബി ഉർവത്ത് ഇബ്നു മസ്ഊദ് അസ്സഖഫി എന്നറിയപ്പെടുന്ന സ്വഹാബിയെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. പ്രവാചകൻ്റെ കാലഘട്ടത്തിലെ സ്വഹാബികളിൽപ്പെട്ട ഒരാളാണ് ഉർവത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻ. അദ്ദേഹത്തെ പോലെയായിരിക്കും ഈസാ നബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫയത്ലുബുഹു ഫയുഹ്ലികുഹു, അങ്ങനെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ തേടി പോവുകയും അങ്ങനെ ദജ്ജാലിനെ കൊന്നുകളയുകയും നശിപ്പിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദജ്ജാലിൻ്റെ പരീക്ഷണങ്ങൾ കടുക്കുന്ന ഘട്ടത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരുമെന്നും ദജ്ജാലിനെ കൊല്ലുമെന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഫയത്ലുബുഹു ഹത്താ യുദ്രികഹു ബിബാബി ലുദ്ദിൻ, ലുദ്ദിൻ്റെ വാതിക്കൽ വെച്ച് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും അവിടെ വെച്ചാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ വകവരുത്തുക. ലുദ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രദേശത്തിൻ്റെ പേരാണ്, ഫലസ്തീനിലുള്ള പ്രദേശമാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ബൈത്തുൽ മഖ്ദിസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ലുദ് എന്നറിയപ്പെടുന്ന സ്ഥലം. അതിൻ്റെ കവാടത്തിൽ വെച്ചുകൊണ്ടായിരിക്കും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ വധിക്കുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതേപോലെ തന്നെ മഹാനായ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത്, ഫയൻസിലു ഈസ ഇബ്നു മറിയം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങും. ഫഇദാ റആഹു അദുവുല്ലാഹ് യദൂബു കമാ യദൂബുൽ മിൽഹ്, അല്ലാഹുവിൻ്റെ ശത്രുവായ ദജ്ജാൽ, ആ ദജ്ജാൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണുമ്പോൾ യദൂബു കമാ യദൂബുൽ മിൽഹു, ഉപ്പ് അലിയുന്നത് പോലെ അവൻ അലിഞ്ഞ് ഇല്ലാതെയാകും. വലൗ തറകൂഹു ലദാബ ഹത്താ യഹ്ലിക്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ ഒന്നും ചെയ്യാതെ വിട്ടാൽ പോലും അവിടെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ട മാത്രയിൽ തന്നെ അവൻ ഉപ്പ് അലിയുന്നത് പോലെ അലിഞ്ഞ് ഇല്ലാതെയാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വലാകിന്നഹു യഖ്തുലുഹു അല്ലാഹു ബിയദിഹി, എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൈകളിലൂടെ തന്നെ അവനെ കൊല്ലുന്നതാണ്. ഫയുരീഹിം ദമഹു ബിഹർബതിഹി, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കയ്യിലുള്ള ഹർബത്ത് എന്ന് പറഞ്ഞാൽ വാളിനേക്കാൾ ചെറിയ, വാളിൻ്റെ പകുതിയോളമുള്ള ചെറിയ ഒരു കത്തി, യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന അറ്റം നല്ല മൂർച്ചയുള്ള കത്തിക്കാണ് ഹർബത്ത് എന്ന് പറയുന്നത്, യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്.
അങ്ങനെയുള്ള ഒരു ആയുധം കൊണ്ടായിരിക്കും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ കൊന്നുകളയുക. ആ ദജ്ജാലിൻ്റെ രക്തം ആ ഹർബത്തിൽ കാണപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുമ്പോഴേക്ക് തന്നെ ദജ്ജാൽ അലിഞ്ഞ് അവൻ്റെ ആ ആകാരം അത് ചെറുതായി വരും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ ആ തൻ്റെ ആയുധം കൊണ്ട് കൊന്നിട്ടില്ലെങ്കിൽ പോലും അവൻ ഇല്ലാതെയാകും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിലുള്ള ആയുധം കൊണ്ട് തന്നെ ദജ്ജാൽ വധിക്കപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രക്തം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുകയും ബാബുലുദ്ദിൽ വെച്ച് അഥവാ ലുദ്ദിൻ്റെ കവാടത്തിൽ വെച്ച് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ വധിക്കുകയും ദജ്ജാൽ ഈസാ നബിയെ കാണുമ്പോൾ തന്നെ വെള്ളത്തിൽ ഉപ്പലിയുന്നത് പോലെ അലിഞ്ഞു പോവുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു.